റാണി ബഹൻ ടു ഗോരഖ്പൂർ. നാളെയാണല്ലേ നാട്ടിൽ പോകുന്നത്? അതെ. അവർ ഇവിടെ 20 വർഷങ്ങളായിട്ടുണ്ടാവും അല്ലേ? അതെ, ഞാൻ തന്നെ വന്നിട്ട് 10 വർഷമായി. ചിലർ അങ്ങനെയാ, അവരിവിടെ വന്നു കഴിഞ്ഞാൽ നാട് പോലും മറക്കും. നേരാ. ഓക്കെ വിജീഷേട്ടാ, ഞാൻ പോട്ടെ. അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോ ഒന്ന് അങ്ങോട്ട് വരണേ, പെട്ടി ഒന്ന് കെട്ടിത്തരണം. സംസ്ഥാനമായ കേരളത്തിന്റെ ഭാവി രൂപപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെറുതും വലുതുമായ കുറച്ചധികം പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതികൾ ഗതാഗതം, ആശയവിനിമയം, വ്യവസായം തുടങ്ങിയ. നിങ്ങൾക്ക് എത്ര ദൂരമുണ്ട് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക്? एक दिन चाहिए. എനിക്കൊരു അരമണിക്കൂർ മതി. പണ്ടൊക്കെ 1 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോ അടിപൊളി റോഡല്ലേ, കാറ് കീഴ് ഇരുന്നാ മതി, പറന്നു പോകാം. അവരുടെ നാട്ടിലൊക്കെ അങ്ങനെയാ, ദിവസങ്ങളുടെ യാത്ര വേണം. ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റി അഥവാ ആ കേറി വാ. നമസ്കാരം. അത് പ്രതിഭയുടെ ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിരക്കിലായിരുന്നു. ഒരു ലേബർ ക്യാമ്പിൽ കുറച്ച് ക്ഷേമനിധി ചേർക്കാൻ പോവാൻ. അപ്പോഴാണ് വിജീഷ് പറഞ്ഞത് റാണിമ നാളെ നാട്ടിൽ പോവുകയാണ്. എന്നാ പിന്നെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ആ, അത് കേരളത്തിലേ ഉള്ളൂ. പാവപ്പെട്ട പ്രവാസി മലയാളികൾ നാട്ടിൽ തിരിച്ചെത്തിയാൽ അവർക്ക് വലിയൊരു ആശ്രയമായി മാറും ഈ പദ്ധതി. ആ പെട്ടി കെട്ടിക്കഴിഞ്ഞല്ലോ ചേട്ടാ, ഇതൊന്ന് പിടിച്ചേ. गांव में खेती है क्या? हाँ, तोड़ा है, वो भी फायदा नहीं है. അതെന്താ അങ്ങനെ? കർഷകരെ വെറും കറോ പശുക്കളാക്കുന്ന നയമല്ലേ ഉത്തരേന്ത്യയിൽ നടപ്പിൽ വരുന്നത്. കർഷകർക്ക് ന്യായമായ വില പോലും കിട്ടുന്നില്ല. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണെങ്കിൽ കർഷക ആത്മഹത്യകളോ സമരങ്ങളോ ഇവിടെ നടക്കുന്നില്ല. അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും പെൻഷൻ ഉൾപ്പെടെ അവിടങ്ങളിൽ സമയാസമയം കിട്ടുന്നു. കേരളത്തിൽ ഇപ്പൊ ഒരുപാട് വികസനങ്ങൾ നടക്കുന്നുണ്ടല്ലേ? നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ആരോഗ്യം, വിദ്യാഭ്യാസം, ക്രമസമാധാനം, അധികാര വികേന്ദ്രീകരണം തുടങ്ങി എല്ലാ മേഖലകളിലും 1ാം സ്ഥാനത്താണ് കേരളം. അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന പാവപ്പെട്ടവന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ലൈഫ് ഭവന പദ്ധതിയിലൂടെ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 5 ലക്ഷം വീടുകളാണ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. കൂടാതെ ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, കൊച്ചി വാട്ടർ മെട്രോ ഉൾപ്പെടെ പൂർത്തീകരിച്ച് വികസനത്തിന്റെ കുതിപ്പിലാണ് കേരളം. വെറുതെ അല്ല വിസ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഒരാൾ പോലും ഇവിടേക്ക് വരാത്തത്. പെട്ടി കെട്ടിക്കഴിഞ്ഞു. റാണിമോ, ആരുടെ ഫോട്ടോ ഇത്? അത് അവരുടെ മോളാ. അവൾ ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു. അന്യജാതി ആയതിനാൽ ജാതി പഞ്ചായത്ത് കൂടി അവളെ ഊരി വിലക്കി. നമ്മുടെ നാട് പോലെയല്ലല്ലോ. അതിന്റെ വിഷമത്തിൽ അവൾ ആത്മഹത്യ ചെയ്തു.